ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ കുടുംബകഥയിലെ നായകനായ കാഡ്മസിന്റെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കാഡ്മസ് എന്ന് പറയുന്ന യുവാവായ ധീരയോദ്ധാവ് ആരേസിന്റെ പ്രിയ സർപ്പത്തെ വ്യാളിയെ കൊന്ന മനുഷ്യനാണ്. അദ്ദേഹം വേളിയെ കൊന്ന് അതിന്റെ പല്ലുകൾ എടുക്കുകയും ആ പല്ലുകൾ ഭൂമിയിൽ വിതറുകയും അതിൽ നിന്ന് സൈനികർ ഉയർത്തെഴുന്നേറ്റ് വരികയും ആ സൈനികരെ കാവൽക്കാരാക്കിക്കൊണ്ട് വേളിയുടെ പല്ലുകൾ വീണ സ്ഥലത്ത് അദ്ദേഹം തീബെ എന്ന് പറയുന്ന ഒരു മഹാനഗരം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ആരേസിന്റെ പുത്രിയായ ഹാർമോണിയയാണ് കാഡ്മസ് എന്ന് പറയുന്ന രാജാവ് കല്യാണം കഴിച്ചത്. അവരുടെ കല്യാണത്തിന് ദേവന്മാരെല്ലാം നേരിട്ട് വരികയും ഒടുവിൽ അവർക്ക് ഒരു മാല സമ്മാനമായി നൽകുകയും ചെയ്തു. ഈ മാലയോടൊപ്പം തന്നെ അവർക്കൊരു ശാപവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ആരസിന്റെ പ്രിയ സർപ്പമായ വേളിയെ കൊന്നതിനുള്ള പ്രതികാരമായി ദേവന്മാർ അദ്ദേഹത്തിന് നൽകിയ ശാപമായിരുന്നു ആ മാല. കാലക്രമേണ ഇവർക്ക് 3 മക്കൾ ജനിക്കുകയും ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുകയും അവർ വളർച്ച പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ 3 പേരും ഭ്രാന്തമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട് അവർ ആരെയെങ്കിലും കൊല്ലുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ മക്കളെല്ലാം തന്നെ നഷ്ടപ്പെട്ട കാഡ്മസ് രാജാവ് വൃദ്ധനായതോടുകൂടി അദ്ദേഹം ദേവന്മാരോട് നിങ്ങൾക്ക് സർപ്പങ്ങളെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എന്നെയും സർപ്പമാക്കി മാറ്റൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദേവന്മാർ അദ്ദേഹത്തിന്റെ ഇച്ഛ പോലെ തന്നെ കാഡ്മസിനെ ഒരു വലിയ ഇരുണ്ട സർപ്പമാക്കി മാറ്റുന്നു. ശരീരത്തിന് വ്യതിയാനങ്ങൾ സംഭവിച്ച് മഹാസർപ്പമായി മാറിയ ഭർത്താവിനെ കണ്ട ഹാർമോണിയ തനിക്കും ആ വിധി തന്നെ ദൈവങ്ങളോട് തരുവാൻ അഭ്യർത്ഥിക്കുന്നു. അതോടുകൂടി ഹാർമോണിയയും ഒരു മഹാസർപ്പമായി മാറി ആ സർപ്പരാജ്ഞി തന്റെ രാജാവായ കാഡ്മസിനോടൊപ്പം കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഏരീസിന്റെ പ്രിയ സർപ്പത്തെ കൊലപ്പെടുത്തി തീബ്സ് എന്ന മഹാനഗരം പണിഞ്ഞുയർത്തി ഏരീസിന്റെ മകളായ ഹാർമോണിയെ തന്നെ വിവാഹം കഴിച്ച് കുടുംബമായി തീബ്സ് നഗരത്തിൽ ജീവിച്ച കാഡ്മസിന്റെ അവസാനകാലം ഭാര്യയോടൊപ്പം സർപ്പമായി തീരുവാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. തീബ് നഗരം അതോടുകൂടി അനാഥമായി തീരുകയും മനുഷ്യവാസം അസാധ്യമായി തീരുകയും വേളിയുടെ പല്ലിൽ നിന്ന് പടുത്തുയർത്തിയ നഗരം മനുഷ്യനൊരിക്കലും നിലനിൽക്കാൻ കഴിയാത്ത ഇടമായി മാറിപ്പോവുകയും ചെയ്തതാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത്.